ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റിലും സാമൂഹ്യനീതി വകുപ്പിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. സ്ഥിര നിയമനമാണ് വന്നിട്ടുള്ളത്. കേരള PSC വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം സാമൂഹ്യനീതി വകുപ്പിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 577/2023 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. സ്കെയിൽ ഓഫ് പേ 43,400 മുതൽ 91,200 രൂപ വരെയാണ് ലഭിക്കുന്നത്. വേക്കൻസി എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1987 1/1/2005 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡിഗ്രി ഇൻ സോഷ്യോളജി, സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ളൊരു ഡിഗ്രിയും കൂടാതെ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 587/2023 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. സ്കെയിൽ ഓഫ് പേ 23,000 മുതൽ 50,200 രൂപ വരെയാണ്. വേക്കൻസി പറഞ്ഞിട്ടില്ല, നേരിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1987 1/1/2005 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അടുത്തത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 601/2023 കാറ്റഗറി നമ്പർ വരുന്നത്. സ്കെയിൽ ഓഫ് പേ 23,000 മുതൽ 50,200 രൂപ വരെയാണ് ലഭിക്കുക. നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 3 ഒഴിവാണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1987 1/1/2005 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആയിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 3 നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴി വേണം അപ്ലൈ ചെയ്യുവാൻ. www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/1/2024 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.